അന്തരിച്ച പ്രശസ്ത നടൻ സലീം കുമാറിന് എറണാകുളം ജില്ലയിൽ സ്മാരകം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപ വകയിരുത്തുന്നു. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ന് കേരള ബജറ്റായിരുന്നു. അതിൽ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ ഈ ഒരു കാര്യം പറയുന്നത് കേട്ടപ്പോഴത്തേക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നിപ്പോയി കേട്ടോ. കാരണം ശരിയാണ്, സലിംകുമാർ എന്ന് പറയുന്ന നടൻ കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ്. നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക, പല രീതിയിലും അഭിനയിച്ചിട്ടുള്ളൊരു നടൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മരണം മലയാളികളെയൊക്കെ ഏറെ സങ്കടത്തിലാക്കിയ ഒരു വാർത്ത തന്നെയായിരുന്നു. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ എറണാകുളത്ത് ഒരു സ്മാരക മന്ദിരം പണിയാൻ വേണ്ടിയിട്ട് 1 കോടി രൂപയാണ് സർക്കാരിൽ നിന്നും മാറ്റിവെക്കുന്നത്. അതിൻ്റെ ആവശ്യം എന്താണ്? അല്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമുക്കറിയാം, നമ്മുടെ സിനിമാ മേഖലയിലൊക്കെ ഒരുപാട് നടന്മാരൊക്കെ മരിക്കുന്നുണ്ടല്ലേ. പക്ഷെ അവർക്ക് ആർക്കും കിട്ടാത്തൊരു പരിഗണന ഇവിടെ സലിംകുമാറിന് കൊടുക്കുന്ന പോലെ തോന്നി. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. എല്ലാവരെ പോലെ തന്നെയല്ലേ അല്ലേ. ഇതിനു മുന്നേ ശ്രീനിവാസൻ മരണപ്പെട്ടു, ഇന്നസെൻ്റ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നടന്മാർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ പറയുന്ന സലിംകുമാറിനോട് യാതൊരുവിധ രീതിയിലുള്ള വൈരാഗ്യമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം പണിയാൻ വേണ്ടിയിട്ട് സർക്കാരിൽ നിന്നും 1 ലക്ഷം രൂപ മാറ്റി വയ്ക്കുന്നു. ആ ഒരു കാര്യത്തോടെ എന്തോ യോജിക്കാൻ കഴിയുന്നില്ല അല്ലേ. ഈ 1 കോടി രൂപ എന്ന് പറയുന്നത് 1ഉം 2ഉം ഒന്നുമല്ല, 1 കോടി രൂപയാണ്. ആ 1 കോടി രൂപയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് പ്രയോജനമാവുന്ന ഏതെങ്കിലും രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ അത് എത്ര നന്നായേനെ അല്ലേ. പോട്ടെ, ഇനിയിപ്പോൾ സലിംകുമാറിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു ട്രസ്റ്റോ കാര്യങ്ങളോ ഒക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ലൊരു കാര്യമാണ്. പക്ഷേ അതൊന്നും അല്ലാതെ ഒരു സ്മാരകം പണിയാൻ വേണ്ടിയിട്ട് ഇത്രയും പണം മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ്. കാര്യം ശരിയാണ്, നമുക്കറിയാം വി.ഡി. സതീശൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി മുഖ്യമന്ത്രി ആയപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും സന്തോഷിച്ചിരുന്നു. കാരണം ജനങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ആ ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ വാഗ്ദാനം അദ്ദേഹം പാലിച്ചു. സ്ത്രീകൾക്കിപ്പോൾ സൗജന്യ യാത്ര ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തോട് എന്തോ യോജിക്കാൻ കഴിയുന്നില്ല. തെറ്റ് കണ്ടാൽ തെറ്റെന്നും ശരി കണ്ടാൽ ശരിയെന്ന് തന്നെ പറയണം. അല്ലാതെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. നമുക്ക് അറിയാം എത്രയോ ആൾക്കാർ ദുരിതങ്ങളിൽ കഴിയുന്നവരുണ്ട്, എത്രയോ രോഗികൾ, എത്രയോ ആൾക്കാർ ജപ്തിയും ഒക്കെ വന്നിട്ട് ദുരിതത്തിലാവുന്ന ആൾക്കാരുണ്ട്, എത്രയോ ആൾക്കാർ ജപ്തിയൊക്കെ വന്നിട്ട് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെയാണ് ഈ ഒരു പണം കിട്ടുന്നതെങ്കിൽ എത്രയോ നല്ല കാര്യമാണ്. അതിലൊക്കെ ഉപരി ഇപ്പം ഈ ഒരു നടൻ്റെ പേരിൽ ഈ 1 കോടി രൂപ അങ്ങനെ ഒരു സ്മാരകം പണിത് വെച്ചുകൊണ്ട് ആർക്ക് എന്താണ് പ്രയോജനം? എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എന്തായാലും എനിക്ക് ഈ ഒരു കാര്യം കണ്ടപ്പോഴത്തേക്കും ഇതിനെതിരെ 2 വാക്ക് സംസാരിക്കണമെന്ന് തോന്നി. നമ്മൾ ഇപ്പോൾ ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതെന്ന് പറയുന്നത് സമൂഹത്തിലെ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാനാണ്. അപ്പോൾ ഇങ്ങനൊരു കാര്യം കണ്ടപ്പോൾ അതിൽ നമുക്ക് അഭിപ്രായം പറയാതിരിക്കാൻ തോന്നിയില്ല. ആ 1 കോടി രൂപയുണ്ടെങ്കിൽ എത്രയോ ആൾക്കാർക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഉപകാരപ്പെടുത്താം. നമുക്കറിയാം ക്യാൻസർ രോഗികൾ RCCയിലൊക്കെ എത്രയോ ആൾക്കാർ ക്യാൻസർ രോഗികൾ ഉണ്ട്. അവർക്കൊക്കെ പണമില്ലാത്തൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു പദ്ധതിയിലൂടെ ഈ പണം, അതായത് ഈ 1 കോടി രൂപ ജനങ്ങൾക്ക് നൽകുന്ന രീതിയിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇങ്ങനെ ഈ പൈസ ചെലവഴിക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ വിചാരിക്കാം. ഇതിപ്പോൾ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു നേട്ടവും ഇല്ലാത്ത കാര്യമാണ് ഈ 1 കോടി രൂപ കൊണ്ട് സലിംകുമാറിൻ്റെ സ്മാരകം പണിത് വയ്ക്കുന്നത്. ഇതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. ഈ ഒരു കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുമോ? കാരണം ഒരു പ്രയോജനവും ഇല്ലാത്തൊരു കാര്യമാണല്ലേ. നമുക്കറിയാം എത്രയോ ആൾക്കാർ കയറി കിടക്കാൻ ഒരു കിടപ്പാടയില്ലാത്ത ആൾക്കാരുണ്ട്, ഇപ്പോഴും ഉണ്ട്. കയറി കിടക്കാൻ കിടപ്പാടയില്ലാത്ത അല്ലെ സ്വന്തമായിട്ട് സ്ഥലമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്, കടത്തിനെ കഴിയുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇത്രയും പൈസ മുടക്കി ഈ ഒരു സ്മാരകം പണിയുന്ന സമയത്ത് പാവപ്പെട്ടവർക്ക് വീട് വെക്കാനോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ആ പണം ഉപകാരപ്പെടുത്തിക്കൂടെ? അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ഒരു പൈസ എന്തിനു വേണ്ടിയിട്ട്. ഇപ്പോൾ സലിംകുമാറിൻ്റെ സ്മാരകം അങ്ങനെ പണിയണം എന്നുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിന് കുടുംബം ഉണ്ടല്ലേ, അദ്ദേഹത്തിന് 2 മക്കളുണ്ട്, അവർക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അവർ ചെയ്തോളും. പകരം സർക്കാരിൽ നിന്നും പൈസ എടുത്തിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് അതെന്താണ്? അത് യോജിക്കാൻ കഴിയുന്നില്ല. അത് ഈ പറയുന്ന സലിംകുമാർ ഒരു കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണോ? അല്ല, മനസ്സിലാകുന്നില്ല. നമുക്കറിയാം ഇതിന് മുന്നേയൊക്കെ ഒരുപാട് നടന്മാർ മരിച്ചിട്ടുണ്ട്. ശ്രീനിവാസൻ്റെ മരണം ഭയങ്കരമായിട്ട് നമ്മളെയൊക്കെ വേദനിപ്പിച്ചായിരുന്നു അല്ലേ. കാരണം നമ്മളെയൊക്കെ ഒരുപാട് ഈ സലിംകുമാറിനെ പോലെ തന്നെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും ചെയ്തിട്ടുള്ള ഒരു കലാകാരനായിരുന്നു ശ്രീനിവാസൻ. ആ ഒരു മനുഷ്യന് പോലും ഇല്ല. അങ്ങനെയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെയും സ്മാരകം പണിയാൻ വേണ്ടി സർക്കാരിൽ നിന്ന് പണം കൊടുക്കാമായിരുന്നല്ലോ.
ഇത് അങ്ങനെയൊന്നുമില്ല, പക്ഷേ ഈ ഒരു നടൻ എന്തോ ഒരു പ്രത്യേകത ഉള്ള പോലെ വി.ഡി. സതീശൻ സാർ ഈ ഒരു കാര്യത്തിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? അഭിപ്രായം എന്തായാലും അതൊന്ന് കമൻറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ പാർട്ടിയോ അല്ലെങ്കിൽ ഏത് പാർട്ടിയല്ല ആ പാർട്ടി ഈ പാർട്ടി ഒന്നുമല്ല. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിനോട് നമുക്ക് എന്താന്ന് പറഞ്ഞാലും യോജിക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇതിനോട് യോജിക്കില്ല എന്ന് പറഞ്ഞാലും അവരാ കാര്യം അതിന് വേണ്ടിയിട്ട് ഒരു പക്ഷേ അവർ ആ 1 കോടി രൂപ അത് അങ്ങനെ ചെയ്തേക്കാം. പക്ഷെ അതുകൊണ്ട് ജനങ്ങൾക്ക് യാതൊരുവിധ പ്രയോജനവും ഇല്ല.